ഇന്നത്തെ നമ്മുടെ യാത്ര ഗണപതിക്കലിലോട്ടാണ്. ഇപ്പൊ സമയം ഏകദേശം 2:30 ആയുള്ളൂ. ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ മൊത്തം ഗണപതിക്കലിനെ കുറിച്ചുള്ള കാഴ്ചകളാണ്. അപ്പം പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഗണപതിക്കല്. ഞാനും ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം ഇന്നത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കണ്ടിട്ട് വരാം. തലസ്ഥാന നഗരിയായ നമ്മുടെ തിരുവനന്തപുരത്ത് വരുന്ന യാത്രികർക്ക് പോകാൻ പറ്റിയ മറ്റൊരു സ്പോട്ടാണ് അമ്പൂരിക്കടുത്തുള്ള ഗണപതിക്കല്ല്. തിരുവനന്തപുരം തമിഴ്നാട് ബോർഡറിലാണ് ഈ അതിമനോഹരമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും 50 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നമുക്ക് എത്തിച്ചേരുവാൻ. അമ്പൂരിൽ നിന്നും ഒരു 10-12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കണ്ണാടിക്കുളം എന്ന് പറഞ്ഞ ആദ്യ സ്പോട്ടിൽ എത്തുന്നതാണ് നമ്മൾ. പിന്നെ ഗൂഗിൾ മാപ്പിൽ കണ്ണാടിക്കുളം എന്ന് സെർച്ച് ചെയ്താൽ ഈ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഗണപതികളിലോട്ട് നമ്മൾ പോകുന്ന റോഡുകളെല്ലാം റബ്ബർ തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്രയാണ്. കണ്ണാടിക്കുളം വരെ ഏകദേശം ഇതുപോലുള്ള വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നല്ല തണുത്ത അന്തരീക്ഷമാണ്, കണ്ണാടി പോലുള്ള തെളിഞ്ഞ വെള്ളമാണ് ഇവിടുത്തെ സവിശേഷത. പക്ഷെ ഞാൻ വന്ന സമയത്ത് വെള്ളമേ ഇല്ലായിരുന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള ഒഴുക്ക് മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. തിരുവനന്തപുരത്തെ തിരക്കിൽ നിന്ന് ഒന്ന് മാറി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് ഗണപതിക്കല്ല്. നമ്മൾ ചിറ്റാർ ഡാമിൻ്റെ റിസർവോയറിലോട്ട് പോകുമ്പോഴാണ് അധികവും വെള്ളം കാണുന്നത്. ഈ ഒഴുകി വരുന്ന വെള്ളവും അങ്ങോട്ട് തന്നെയാണ് ചെല്ലുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ചിറ്റാർ ഡാമിൻ്റെ റിസർവോയറിലോട്ട് എത്തുന്നതാണ്. ഈ പോകുന്ന വഴിയെല്ലാം നല്ല അതിമനോഹരമായ വ്യൂ പോയിന്റും വ്യൂസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നല്ല അതിമനോഹരമായ കാഴ്ചയാണ്. പിന്നെ വേറെ വലുതായിട്ടൊന്നും കാണാൻ ഇവിടെ സാധിക്കുന്നതല്ല. ഞങ്ങൾ ഇതിന്റെ മുന്നോട്ട് പോയി കുറച്ച് വീഡിയോസ് കൂടി ഞങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് വരുന്നവർക്ക് ഞാൻ സത്യം പറയുമല്ലോ, അങ്ങനെ പറ്റിയൊരു സ്ഥലമല്ല. നമ്മൾ സിറ്റിയിൽ നിന്നുള്ള തിരക്കൊക്കെ ഒഴിവാക്കി ഒന്ന് സ്പെൻഡ് ചെയ്യാൻ, ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയായിട്ടോ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് ഗണപതിക്കല്ല്. വേറെ ഒരുപാടൊന്നും ആരും ആഗ്രഹിച്ച് ഇങ്ങോട്ട് വരണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. സൈലന്റ് ആയ ഒരു സ്ഥലം തന്നെയാണിത്. പിന്നെ ഡാമിൽ പ്രദേശവാസികളെല്ലാം കുളിക്കാൻ വരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. നമ്മൾ പോകുന്നത് മാക്സിമം അതിനുള്ള മുൻകരുതലൊക്കെ ആയിട്ട് വേണം പോകാൻ. അല്ലാതെ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങരുത്. എനിക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇറങ്ങുന്നില്ല. നിങ്ങൾ വരുമ്പോഴും അതുപോലെ മാക്സിമം ആർക്കും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതെ ശ്രമിക്കേണ്ട നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ്. ഇവിടെ നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല. ജനവാസത്തിനുള്ള ആൾക്കാരും കുറവാണ് ഇവിടെ. അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഗൈഡും കുറവാണ്. ഗൈഡ് കുറവെന്നല്ല, ഗൈഡ് ഇല്ല ഓൾറെഡി. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം മാക്സിമം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള മുൻകരുതൽ എടുക്കണം എന്ന് ഞാൻ മെയിനായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. അഥവാ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം നടത്താൻ സമയമെടുക്കും. അതാണ് മെയിൻ ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പിന്നെ ആരെയും പിടിച്ചിരുത്തുന്ന നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. സൈലന്റ് ആണ് പ്രദേശം മൊത്തം. വേറെ ആരും നമുക്കൊരു ഡിസ്റ്റർബൻസോ ഒന്നുമില്ല. നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടുത്തെ ഡാമിനെ ചുറ്റിയിരിക്കുന്ന നല്ല അടിപൊളിയായ മലനിരകളിൽ അതാണ് മെയിൻ ഹൈലൈറ്റ്. ഇവിടെ നോക്കുമ്പോൾ ആ മലകളൊക്കെ നിൽക്കുന്നതാണ് നല്ല മനോഹരമായ ഒരു വ്യൂ ആണ്. ഇങ്ങോട്ട് വരുന്നവർക്ക് അത് അനുഭവിച്ച് തന്നെ അറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ നിത്യജീവിതത്തിൽ നമ്മുടെ തിരക്കുകൾ മാറ്റിവെച്ച് പ്രകൃതിയെ അതിൻ്റെതായ രീതിയിൽ സ്നേഹിക്കുന്നവർക്ക് വരാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് ഗണപതിക്കല്ല്. അപ്പം ഞാൻ മറ്റൊരു സ്ഥലവുമായി നിങ്ങളുടെ അടുത്ത് വരുന്നവരെ എല്ലാവർക്കും ബൈ.